ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ആകർഷിക്കണോ? ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു പാർട്ട്ണർ നിങ്ങളുമായിട്ട് അടുത്ത ബന്ധമുണ്ടാവുകയില്ല. അപ്പൊ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കണമെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ വാട്ടർ ടെക്നിക്ക്. അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ളത് ഒരു ഗ്ലാസ് ഉണ്ട്, പിന്നെ ഒരു കപ്പ്, ഒരു വെള്ളം ഉണ്ട് കേട്ടോ. കപ്പിൽ വെള്ളം ഉണ്ട് വെച്ചിരിക്കണം. നമ്മുടെ തോട്ട്സ്, എനർജി, ഫീലിങ്സ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷനിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആകർഷണ നിയമത്തിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ വാട്ടർ ടെക്നിക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയെ അട്രാക്ട് ചെയ്യാനാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം വ്യക്തമായിട്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനൊരു ഗുരുവായിട്ടല്ല വന്നിരിക്കുന്നത്. ഞാനും ഈ ഒരു ജേണിയിലൂടെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ചെയ്യുന്ന ഒരാളാണ്. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു പുസ്തകമാണ്. ഒരു പുസ്തകം കഴിക്കുക. പുസ്തകത്തിൽ നല്ലൊരു പുതിയൊരു പേജ് എടുക്കുക. എല്ലാവരും ഉണ്ടാവട്ടെ, ആരും പോവരുത്, ഇവിടെ ഇരിക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ ഫുള്ള് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ. വേറെ വീഡിയോക്ക് പോയതിന് കമന്റ്സ് ഒന്നും വായിക്കരുത്. നിങ്ങൾ വീഡിയോ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആ വ്യക്തിയുടെ പേര് എഴുതി വരച്ചു. ഇനി ആ വ്യക്തിയുടെ ക്വാളിറ്റികൾ എന്താണ്? ക്വാളിറ്റികൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വ്യക്തി എങ്ങനെ വേണം, എങ്ങനത്തെ സ്നേഹം വേണം, ആ വ്യക്തിയുടെ എങ്ങനത്തെ കെയറിങ് വേണം, എങ്ങനത്തെ നിങ്ങളുമായിട്ടുള്ള ലവ് വേണം, പ്രണയം വേണം. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതുക. എനിക്ക് ഇങ്ങനത്തെ ലഭിച്ചു. എഴുതുമ്പോ ആ ഒരു കാര്യം നടന്ന പോലെ വേണ്ട. നിങ്ങളിപ്പോ ആ വ്യക്തിയുമായിട്ട് അത്രയും അടുപ്പമായത് കറക്റ്റ് ആയിട്ട് എഴുതുക. ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ വ്യക്തിയുമായിട്ട് ആ വ്യക്തി എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു, ആ വ്യക്തി ഇങ്ങനെ കെയർ ചെയ്യുന്നു, ആ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നു. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ എഴുതി വയ്ക്കാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ഒരു വ്യക്തിയെ, ഒരു സ്പെസിഫിക് വ്യക്തിയെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള മെത്തേഡാണത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ വെള്ളം എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര പവർഫുൾ ആയ സംഭവമാണ്. ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ഗുരുക്കന്മാർ പറഞ്ഞുള്ള കാര്യമാണ്. ഈ വീഡിയോ ആർക്കൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രേക്കപ്പ് കഴിഞ്ഞവർക്ക്, സോൾമേറ്റിനെ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ലവ് എനർജി എന്ന് വെച്ചാൽ പ്രണയത്തിന്റെ എനർജി അട്രാക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണ്. ആദ്യം നിങ്ങൾ കാമായിട്ടിരിക്കുക. ഒരു സ്ഥലത്ത് കാമായിട്ടിരുന്ന എല്ലാവരും പോയിട്ട് നിങ്ങൾ ഫോണൊക്കെ മാറ്റി വയ്ക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ലേ, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ എഴുതി വെക്കുക. ബുക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറിലോ എഴുതി വെച്ചിട്ട് നിങ്ങൾ സ്ഥലത്ത് കാമായിട്ടിരിക്കുക. ഫോണൊന്നും വേണ്ട, ഫോൺ വേണ്ട, ഡിസ്ട്രാക്ഷൻസ് വേണ്ട, ഒരാളും നിങ്ങളുടെ അടുത്ത് വേണ്ട. റൂമിലോ അല്ലെങ്കിൽ കാമായ സ്ഥലത്തോ വന്നിരുന്നിട്ട് ചെയ്യാനായിട്ട് ഇരുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇരുന്നു. ഇനി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം, ഈ കപ്പിൽ വെള്ളം ഉണ്ട്, ഒരു ഗ്ലാസ് വെക്കുക. ഒരു കപ്പുണ്ട്, ഗ്ലാസ് ഉണ്ട് നമ്മുടെ കയ്യില്. ഓക്കെ, കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. നമ്മുടെ മനസ്സ് ഇപ്പോൾ ശാന്തമാകുന്നത് അനുഭവിക്കുക, സ്വസ്ഥമാകുന്നത് അനുഭവിക്കുക. ശ്വാസം നല്ലതുപോലെ ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. ഇപ്പോൾ നമ്മുടെ മനസ്സ് കാമായിട്ടിരിക്കുകയാണ്. കണ്ണുകൾ തുറക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങളുടെ ഹാർട്ടിലേക്ക് നോക്കുക, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ഹാർട്ട് ചക്ര നോക്കുക. ഇപ്പോൾ മനസ്സിൽ പറയുക, ഞാൻ ഓൾറെഡി സ്നേഹത്തിലാണ്, ഞാൻ ഓൾറെഡി സ്നേഹത്തിലാണ്, ഞാൻ ഓൾറെഡി വർത്തിയാണ്, ഞാൻ ഓൾറെഡി വർത്തിയാണ്, ഞാൻ ഓൾറെഡി പീസ്ഫുൾ ആണ്, ഞാൻ ഓൾറെഡി പീസ്ഫുൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രണയം ഓൾറെഡി ലഭിക്കുന്നത് പോലെ ഫീൽ ചെയ്യുക. ആ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് പ്രണയം വരുന്നത് അത് അനുഭവിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാം. സാവധാനം ഇപ്പോൾ നിങ്ങളൊരു കടൽ തീരത്ത് ഇരിക്കുന്ന പോലെ അനുഭവിക്കുക. ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് വ്യക്തമായിട്ട് കാണുക. ആ വ്യക്തിയുടെ കണ്ണുകൾ നിങ്ങൾ കാണുകയാണ്.
ആ വ്യക്തിയുടെ ചിരി നിങ്ങൾ കാണുകയാണ്. ആ വ്യക്തി വരുമ്പോൾ, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ആ പ്രസൻസ് നിങ്ങളെ സന്തോഷവാനാക്കുന്നത് അനുഭവിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങളിലേക്ക് മാത്രം ആ സ്നേഹം വരുന്നത് അനുഭവിക്കുക. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നിങ്ങളുടെ ഹാർട്ട് മിടിക്കുന്നു, കൈകൾ ഭയങ്കരമായിട്ടൊരു വിറ വരുന്നു. ആ ഒരു ഫീല് അനുഭവിക്കുക. ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. ആ ചിരി ഇപ്പോഴും മാനിക്കില്ല. നിങ്ങളുടെ ആ ഒരു മൊമെന്റ് അനുഭവിക്കുക. ആ സ്നേഹം കാണുക. ഇപ്പോൾ നിങ്ങളുടെ അവരെ കൈകൾ കൂട്ടിപ്പിടിക്കുന്നു. അവരോട് നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുന്നു, സന്തോഷത്തോടെ സ്നേഹിക്കുന്നു. നന്ദി പ്രപഞ്ചമേ, നന്ദി പ്രപഞ്ചമേ, നന്ദി പ്രപഞ്ചമേ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പറയുക, ഞാൻ സ്നേഹത്തിന് അർഹനാണ്, ഞാൻ സ്നേഹമാണ്, സ്നേഹം കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. പറയുക. ഓക്കെ, കണ്ണുകൾ തുറക്കാം. ഓക്കെ 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 കണ്ണുകൾ തുറക്കാം. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ കാര്യം വെച്ചാല്, നമ്മളുടെ ഈ കപ്പില്ലേ, ഈ കപ്പിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയേണ്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ പറയുക. നല്ലപോലെ ഇത് നോക്കുക. കപ്പിൽ നോക്കിയിട്ട് പറയണ്ട. ഞാൻ സത്യമായ സ്നേഹം ആകർഷിക്കുന്നു, ഞാൻ സത്യമായ സ്നേഹം ആകർഷിക്കുന്നു. എൻ്റെ പ്രണയിനി എന്നിലേക്ക് വരികയാണ്, എൻ്റെ പ്രണയിനി എന്നിലേക്ക് വരികയാണ്. സമാധാനമുള്ള ബന്ധം ഞാൻ അർഹിക്കുന്നു, സമാധാനമുള്ള ബന്ധം ഞാൻ അറിയിക്കുന്നു. സ്നേഹത്തിന്റെ എനർജി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു, സ്നേഹത്തിന്റെ എനർജി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ കണ്ണടയ്ക്കാം. എല്ലാവരും വീണ്ടും നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. കണ്ണടയ്ക്കാം, ശാന്തമായിട്ടിരിക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. ഇപ്പോൾ കണ്ണുകളടച്ച് ഇമാജിൻ ചെയ്യുക, നിങ്ങളിപ്പോൾ സമാധാനമുള്ള ഒരു ബന്ധത്തിലാണ്. നിങ്ങൾ സ്നേഹമാണ്, നിങ്ങൾ സ്നേഹത്തിലാണ്, നിങ്ങൾ സുരക്ഷിതമാണ്, നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. ആ ഫീലിംഗ് ഹാർട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, കണ്ണുകൾ തുറക്കാം. ഇനി ഞാൻ പറയുന്ന പോലെ ഈ ഗ്ലാസ്സിലെ വെള്ളം നമ്മൾ ഇതാക്കിയല്ലോ. ഇനി നമ്മളൊന്ന് ഫ്രഷ് ആവാനായിട്ട് ഈ വെള്ളം നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. മൊത്തമായിട്ട് ഒഴിക്കാം. ഓക്കെ, ഒഴിച്ചിട്ട് സ്നേഹത്തോടെ ഇത് നോക്കാം. ഇത് നമ്മുടെ സ്നേഹമാണ്, സന്തോഷമാണ്. ആ വ്യക്തി ഇതിൽ ഉണ്ട്, ആ വ്യക്തിയുടെ എനർജി ഫുൾ ഇതിലുണ്ട്. ആ വ്യക്തി നമ്മൾ ഇപ്പോൾ കാണുന്നു, ആ വ്യക്തി എനർജി നമ്മളിലേക്ക് ഇപ്പോൾ എടുക്കാൻ പോകണം. ആ വ്യക്തി എനർജിയും നമ്മൾ ഈ എനർജി കൊടുക്കുക നമ്മളിലേക്ക്. ഓക്കെ, നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുകയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയിരിക്കുകയാണ്. അത് ആ ഒരു ഫീലിലൂടെ ഇപ്പൊ ഈ വെള്ളം നമ്മൾ കുടിക്കാൻ പോകണം. മൊത്തത്തിൽ കുടിക്കട്ടോ. ഒരു സിപ്പില് കുടിച്ചു തീർക്കാം. കുടിച്ചു, ഹാപ്പിയായി. നമ്മുടെ മനസ്സ് കാമായിട്ടുണ്ടാവും. വെള്ളത്തിന് ഭയങ്കര പവറാണ്. അപ്പോൾ വെള്ളം കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കാര്യം ഇനി നോക്കേണ്ട ആവശ്യമില്ല. പ്രപഞ്ചത്തിലേക്ക് നമ്മളിത് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇനി ഈ കാര്യം പ്രപഞ്ചം നോക്കിക്കോളും. അതുകൊണ്ട് വിട്ടുകൊടുക്കുക. നമ്മളത് ഓർത്ത് വിഷമിക്കുന്നു വേണ്ട. അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഇതൊക്കെ പറയണത് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവാനാണ്. ഈ സംഭവം ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.